ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ എത്ര ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാമല്ലേ. 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നോക്കൂ, എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ദെൻ ദ 7 ഏജസ് ഓഫ് മാൻ, ദെൻ ലിറ്റിൽ തിങ്സ് മാറ്റർ. ഇത് 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? ബോൺസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് അല്ലേ. ബോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ്, ബന്ധങ്ങളല്ല, അതായത് റിലേഷൻഷിപ്പിനെയാണ് ഇവിടെ ബോണ്ട് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലേ. നമുക്കറിയാം അച്ഛനും മകനും തമ്മിലൊരു ബോണ്ട് ഉണ്ട്. അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് തമ്മിൽ, ഫ്രണ്ട്സ് തമ്മിൽ, അവർക്ക് തമ്മിലൊരു ബോണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ബോണ്ട് എന്ന വേർഡിൻ്റെ മീനിങ് നമുക്കറിയാം. അപ്പോൾ ഈ ബോൺസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജീവിത ബന്ധങ്ങൾ എന്നാണ് അല്ലേ. ബോൺസ് ഓഫ് ലൈഫ് എന്താണ്? ജീവിത ബന്ധങ്ങൾ. ഓക്കെ, നോക്കൂ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഓക്കെ, നമുക്കിവിടെ നെക്സ്റ്റ് പേജിൽ എന്താണെന്ന് നോക്കാം. യെസ്, യൂണിറ്റ് 1 ബോൺസ് ഓഫ് ലൈഫ്. ദെൻ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ. എന്താണ് പറയുന്നത്? ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ. അതായത് മനുഷ്യൻ്റെ മഹത്വം എന്താണ്? മനുഷ്യനായിരിക്കുന്നതിലല്ല, നോട്ട് ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ. അതായത് എന്താ പറയുന്നത്? മനുഷ്യത്വമുള്ളവനായിരിക്കുന്നതിലാണ് എന്നാണല്ലേ പറയുന്നത്. അതായത് മനുഷ്യൻ്റെ മഹത്വം മനുഷ്യരായിരിക്കുന്നതിലല്ല, മനുഷ്യത്വമുള്ളവരായിരിക്കുന്നതിലാണെന്നാണ് മഹാത്മാഗാന്ധി പറയുന്നത് അല്ലേ. അപ്പം മഹാത്മാഗാന്ധിയുടെ ഒരു പ്രസിദ്ധമായൊരു കോട്ടാണ് നമുക്കിവിടെ ഫസ്റ്റ് നൽകിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതിന് മനോഹരമായൊരു ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ഓക്കെ, നോക്കാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഷോർട്ട് സ്റ്റോറിയാണ് അല്ലേ. അപ്പം നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സും അവരുടെ എഴുതിയ ആളുകളുടെ പേരുകളുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി ഷോർട്ട് സ്റ്റോറി ബൈ റസ്കിൻ ബോണ്ട് ആണ് അല്ലേ. ദെൻ ദി 7 ഏജസ് ഓഫ് മാൻ എക്സ്ട്രാക്ട് ഫ്രം ആസ് യു ലൈക്ക് ഇറ്റ്, വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു കവിതയാണ്. ദെൻ ലിറ്റിൽ തിങ്സ് മാറ്റർ APJ അബ്ദുൽ കലാമിൻ്റെ ആണ് അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ലെറ്റ്സ് ലോഗിൻ റീഡ് ദ എൻജോയ് കോമിക് സ്ട്രിപ്പ് ബിലോ. ഇവിടെ ഒരു കോമിക് സ്ട്രിപ്പ് നൽകിയിട്ടുണ്ടല്ലേ നമുക്ക്. അപ്പോൾ താഴെ തന്നിട്ടുള്ള കോമിക് സ്ട്രിപ്പ് വായിച്ച് നമ്മളോട് എൻജോയ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കത് വായിച്ച് നോക്കാം. Because life was not more dangerous with I was a kid. We didn't have dangerous. We played on a railroad tracks and farm equipment. It's a wonder any of it survived. To get by, you had to be tough and you had to grow up fast. How are you now, son? 6. When I was your age, I was 8 and a half. ഓക്കെ, നമുക്ക് കൊടുത്തിട്ടുള്ളത് നോക്കൂ. Who are the characters in the comic strip? Comment on the relationship between them. അപ്പോൾ ഈ തന്നിട്ടുള്ള കോമിക് സ്ട്രിപ്പിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് കൂട്ടുകാരെ തന്നിട്ടുള്ളതിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഒരു ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ ഒരു ഗ്രാൻഡ് സണ്ണുമാണല്ലേ നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആൻസർ യെസ്, ദ ക്യാരക്ടേഴ്സ് ആൻഡ് എൽഡർലി മാൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒരു ഗ്രാൻഡ് ഫാദർ അല്ലേ, ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് എ യങ് ബോയ് എന്നല്ലേ എഴുതല്ലെങ്കിൽ എന്ത് എഴുതാം? ഹിസ് ഗ്രാൻഡ് സൺ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ക്യാരക്ടേഴ്സ് എന്നുള്ള ആരൊക്കെയാണ് നമുക്ക് എഴുതാം? ദ ക്യാരക്ടേഴ്സ് ആർ എൻ എൽഡർലി മാൻ ആൻഡ് എ യങ് ബോയ്. ഇതിന് എന്താ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? കമൻറ്റ് ഓൺ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കമൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടല്ലേ. എങ്ങനെയാണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം സീംസ് വാം ആൻഡ് അഫെക്ഷനേറ്റ് ആണ് അല്ലേ. വാം ആൻഡ് അഫെക്ഷനേറ്റ്. അപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതിവിടെ എഴുതാവുന്നതാണ്. നമുക്ക് എഴുതാം. ദ ഗ്രാൻഡ് ഫാദർ ഈസ് ഷെയറിംഗ് സ്റ്റോറീസ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഹിസ് ഗ്രാൻഡ് സൺ പെർഹപ്സ് ട്രൈങ് ടു ഷോ ഹിസ് ഡിഫറെൻറ്റ് വാസ് ലൈഫ് ദെൻ ആൻഡ് നൗ. അപ്പോൾ ഇതിലൂടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ഗ്രാൻഡ് ഫാദർ അദ്ദേഹം എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് സ്റ്റോറീസ് അല്ലേ, കുട്ടിക്കാലത്തുള്ള കഥകൾ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ഗ്രാൻഡ് സണ്ണിന് പറഞ്ഞു കൊടുക്കുകയാണ്. പെർഹപ്സ് ട്രൈങ് ടു ഷോ ഹൗ ഡിഫറെൻറ്റ് വാസ് ലൈഫ് ദെൻ ആൻഡ് നൗ. അതായത് ഇപ്പോഴും അന്നും പണ്ടത്തെ കാലത്തുള്ള ലൈഫിനെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അന്നത്തെ ജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്? ഗ്രാൻഡ് സണ്ണിന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ആൻസർ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ്? അപ്പോൾ ഈ ആക്ഷൻ എവിടെയാണ് നടക്കുന്നത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് കൂട്ടുകാരെ? ഇസ് ദ ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ കാഷ്വൽ സിറ്റിംഗ് അല്ലേ. പ്രോബബ്ലി അറ്റ് എ ഹോം ഓർ ഇൻ എ ഗാർഡൻ ഓർ എ പാർക്ക് വേർ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് സൺ ആർ ടോക്കിംഗ്. ചിലപ്പോൾ ഇത് എവിടെയായിരിക്കാം? നമുക്ക് കാണുമ്പോൾ ഒരു സ്ഥലമാണ് അല്ലേ, അതായത് ഒരു
കാഷ്വൽ സെറ്റിങ്ങിലാണ് ഇരിക്കുന്നത്. കാഷ്വൽ സെറ്റിംഗ് പ്രോബബ്ലി അത് ചിലപ്പോൾ എന്തായിരിക്കാം, ഒരു ഹോം ആയിരിക്കാം, ഒന്നുമില്ലെങ്കിൽ വീടിൻ്റെ മുൻവശത്ത് ഇതുപോലെ ഒരു സ്വിങ് കെട്ടിയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗാർഡൻ ഏരിയ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ പാർക്കും ആയിരിക്കാം അല്ലേ. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം നമുക്ക് ആൻസർ എന്ത് എഴുതാം? യെസ്, ദ ആക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ എ കാഷ്വൽ സെറ്റിംഗ്, probably at a home or in a garden or park where the grandfather and grandson are talking. Okay, the next question നോക്കാം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിയർ കോൺവെർസേഷൻ? ഇവിടെ കോൺവെർസേഷൻ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ കോൺവെർസേഷനിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? യെസ്, ദ ഗ്രാൻഡ് ഫാദർ ഈസ് ഡിസ്ക്രൈബിങ് ഹൗ ടഫ് ലൈഫ് വാസ് വെൻ ഹി വാസ് എ ചൈൽഡ്, എക്സാഗ്രേറ്റിംഗ് ഹ്യൂമറസ്ലി ഹൗ ഡേഞ്ചറസ് തിങ്സ് ആൻഡ് യൂസ് ടു ബി. Then he is also climating the 6 years old. He was already 8.5, showing children his time had to mature faster അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? അവരുടെ സംഭാഷണത്തിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ കാര്യങ്ങൾ ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡു യു കൺസിഡർ ദിസ് കോൺവെർസേഷൻ ഹ്യൂമറസ്? വൈ? നിങ്ങൾ ഇപ്പോൾ ഈ സംഭാഷണമിൽ നമുക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ കോമിക്കായിട്ടുള്ള സംഭാഷണം അതൊരു തമാശ രൂപത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. വൈ എന്നും ചോദിച്ചിട്ടുണ്ട്. ഡു യു കൺസിഡർ ദിസ് കോൺവെർസേഷൻ ഹ്യൂമറസ്? വൈ? ഇതൊരു കോമിക്കായിട്ടുള്ളൊരു സംഭാഷണം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. ഒരു ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സംഭാഷണമായിരുന്നല്ലോ, അപ്പോൾ നമുക്ക് യെസ് എന്ന് എഴുതാം. പിന്നെ വൈ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ റീസണും കൂടി നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ്, ദ കോൺവെർസേഷൻ ഹിസ് ഹ്യൂമറസ് ബിക്കോസ് ദ ഗ്രാൻഡ് ഫാദർ എക്സാഗ്രേറ്റ് ഹിസ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആൻഡ് മേക്സ് എ ഫണ്ണി ആൻഡ് ഇമ്പോസിബിൾ ക്ലെയിം അബൌട്ട് ഹിസ് ഏജ് അല്ലേ. ഹിസ് എക്സാഗ്രേഷൻ ആഡ്സ് പ്ലേഫുൾ ടോൺ ടു ദ കോൺവെർസേഷൻ. Okay, then next നോക്കാം നമുക്ക്. സെലക്ട് എ ഫ്യൂ കോമിക് സ്ട്രിപ്സ് ലൈക്ക് വൺ ഓഫ് ദ എബോവ് ആൻഡ് ഡിസ്കസ് ദം ഇൻ ഗ്രൂപ്പ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് കോമിക് സ്ട്രിപ്പുകളൊക്കെ തിരഞ്ഞെടുത്ത് അവ നിങ്ങളോട് ഗ്രൂപ്പായിട്ടിരുന്ന് ചർച്ച ചെയ്യാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ട്രൈ ടു പ്രിപ്പയർ കോമിക് സ്ട്രിപ്സ് ഓൺ എനിത്തിങ്. അത് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ചർച്ച ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലുള്ള കോമിക് സ്ട്രിപ്പൊക്കെ നിങ്ങൾക്ക് ശേഖരിച്ച് അത് ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയാലോ. എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി. റസ്കിൻ ബോണ്ടാണ് അല്ലേ. ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയോടൊപ്പം ഒരു ദീർഘ നടത്തം. അതായത് ലോങ് വോക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തശ്ശിയോടൊപ്പമുള്ളൊരു ദീർഘമായിട്ടുള്ള ഒരു നടത്തം അല്ലേ. അങ്ങനെ പിക്ചർ തന്നെ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. നോക്കൂ, ഒരു മുത്തശ്ശിയും ഒരു കുട്ടിയും കൂടി നടന്നു പോകുന്ന ഒരു ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് സ്റ്റോറി വായിച്ച് നോക്കാം. റൈറ്ററിൻ്റെ പേരെന്താണ്? റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട്. എ ലോങ് വോക്ക് വിത്ത് ഗ്രാനി. ഓക്കെ, Granny could hear the distant roar of the river and smell the pine needles and feel the presence of her grandson Mani. എന്താ ഫസ്റ്റ് സെൻറ്റൻസ് പറയുന്നത്? ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് roar of the river and smell the pine needles and feel the presence of her grandson Mani. അതായത് മുത്തശ്ശിക്ക് എന്ത് കേൾക്കാൻ സാധിക്കും? ദൂരെയുള്ള ഡിസ്റ്റൻ്റ് അല്ലേ. ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ, ദൂരെയുള്ള പുഴയുടെ ഇരമ്പലല്ലേ. ഈ പുഴ ഒഴുകുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവില്ലേ? ആ സൗണ്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഡിസ്റ്റന്റ് റോർ, അതിൻ്റെ ഒരു സൗണ്ട് അല്ലേ. ആ സൗണ്ട് ആർക്ക് കേൾക്കാൻ സാധിക്കും? യെസ്, മുത്തശ്ശിക്ക് കേൾക്കാൻ സാധിക്കും. ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ്സൺ. അതുപോലെ പിന്നെ എന്താണ്? പൈൻ ഇലകളുടെ ഗന്ധം അറിയാൻ കഴിഞ്ഞിരുന്നല്ലേ. നോക്കൂ, ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ്, അതായത് പൈൻ ഇലകളുടെ ഗന്ധം അറിയാൻ കഴിഞ്ഞിരുന്നു. പിന്നെന്താണ്? ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ്സൺ. അതുപോലെ അവരുടെ കൊച്ചുമകൻ്റെ മണി, കൊച്ചുമകനായ പേരെന്താണ്? മണി അല്ലേ. മണിയുടെ സാമീപ്യം അനുഭവിക്കാനും ആർക്ക് കഴിഞ്ഞിരുന്നു? യെസ്, ഗ്രാനിക്ക് കഴിഞ്ഞിരുന്നു, മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നു എന്നാണല്ലേ പറയുന്നത്. ദെൻ നോക്കാം നമുക്ക്. ഷി കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല? കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. പുഴയും അതുപോലെ തന്നെ മരങ്ങളും അല്ലേ. ഷി കുഡിൻറ്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. മരങ്ങളും പുഴകളൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചിരുന്നില്ല? കാണാൻ സാധിച്ചിരുന്നില്ല. ഷി കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ഗ്ലിം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്.
എന്താ പറയുന്നത്? മണിയുടെ അല്ലേ, ഷി കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ, മണിയുടെ അവ്യക്തമായിട്ടുള്ള മുടിയിഴകൾ, ഫസി ഹെയർ കാണാൻ സാധിക്കും. ആൻഡ് സംടൈംസ് കിസ് ബ്ലാക്ക്ബെറി ഐസ്, ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യും, അവൻ്റെ ബ്ലാക്ക്ബെറി പോലുള്ള ഐസ് അല്ലേ, ഞാവൽ പഴം പോലുള്ള കണ്ണുകളും, അതുപോലെ തന്നെ ആൻഡ് ദ ഗ്ലിം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹീ സ്മൈൽഡ്, അവൻ ചിരിക്കുമ്പോൾ എന്തുണ്ടാവും, അവൻ്റെ പല്ലുകളിലെ തിളക്കും മാത്രമേ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ എന്നാണല്ലേ പറയുന്നത്. ഷി കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസീസ് ഹെയർ. അപ്പം എന്തൊക്കെ കാണാൻ സാധിക്കുന്ന പറയുന്നത്? മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് കിസ് ബ്ലാക്ക്ബെറി ഐ, ചിലപ്പോഴൊക്കെ അവൻ്റെ ബ്ലാക്ക്ബെറി പോലുള്ള കണ്ണുകൾ, ആൻഡ് ഗ്ലിം ഓഫ് കിസ് ടീത്ത് വെൻ ഹീ സ്മൈൽ, അവൻ പുഞ്ചിരിക്കുമ്പോൾ അവൻ്റെ ടീത്തിനുണ്ടാകുന്ന തിളക്കവും കാണാൻ കഴിഞ്ഞിരുന്നു. Then Granny wore a pair of old glasses. She had been wearing them for well over 10 years. എന്താ പറയുന്നത്? ഗ്രാനി പിന്നെ എന്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്? ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്, പഴയ ഒരു ജോഡി കണ്ണട ധരിച്ചിരുന്നു. ഇവിടെ നോക്കൂ, ചിത്രത്തെ കാണാനുണ്ടല്ലേ നമുക്ക്. ഗ്രാനി കണ്ണടയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ പറയുകയാണ് ഗ്രാനി വോ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി പഴകിയിട്ടുള്ള, വളരെ പഴക്കമുണ്ടല്ലേ, അതായത് ഒരു പുതിയതൊന്നല്ല, വളരെ പഴക്കമുള്ളൊരു ഗ്ലാസ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഷി ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. അപ്പം അതിൻ്റെ പഴക്കമാണ് ഇനി പറയുന്നത്. അതിന് എത്ര കാലത്തെ പഴക്കം ഉണ്ടായിരുന്നു? 10 വർഷത്തെയാണല്ലേ. ഓവർ 10 years, over 10 years, 10 വർഷം അല്ലേ, 10 വർഷത്തിലധികം പഴക്കമുണ്ടായിരുന്നു. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡിലി വീക്കർ, അവരുടെ കണ്ണുകൾ എങ്ങനെയായിരുന്നു? കണ്ണുകളുടെ കാഴ്ചശക്തി കുറഞ്ഞു വരികയായിരുന്നു അല്ലേ. ആൻഡ് ദ ഗ്ലാസസ് വേർ നൗ സ്ക്രാച്ചഡ് ആൻഡ് സ്പോട്ടഡ്, അവരുടെ കണ്ണടപ്പം എങ്ങനെയായിട്ടുണ്ട്? സ്ക്രാച്ചസും സ്പോട്ടഡ്, അതുപോലെ കുത്തുകളൊക്കെ വീണിട്ടുണ്ട് അല്ലേ. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം, അതുകൊണ്ട് തന്നെ എന്താണ്, അതിലൂടെ അവർക്ക് കുറച്ച് മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ അല്ലേ. അതായത് കണ്ണട വളരെ പഴക്കമുള്ള കണ്ണടയാണെന്ന് പറയുന്നുണ്ട് അല്ലേ, ഒരു 10 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായിരിക്കും? കണ്ണടയൊക്കെ സ്ക്രാച്ചസും സ്പോട്ടഡൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്? സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം, അതിലൂടെ അവർക്ക് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. അപ്പം എന്താ പറയുന്നത്? മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ചിട്ട് പുതിയ കണ്ണട വാങ്ങേണ്ട സമയം അതിക്രമിച്ചെന്ന് ആർക്കറിയായിരുന്നു? യെസ്, മണിക്കും അവരുടെ അച്ഛനും അറിയാമായിരുന്നു അല്ലേ, അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ദെയർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസ് ന്യൂ ഗ്ലാസസ്. വെൽ യു നോ വി കാൺ ഗെറ്റ് ദം ഇൻ എ വില്ലേജ് സെഡ് ഗ്രാനി. നിങ്ങൾക്കറിയാലോ എന്താണ് അത്, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് അത് കിട്ടില്ലെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറയാണ്. മണി സാഡ് യു ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മിസൂറി, ദാറ്റ് ഈസ് ദ നിയറസ്റ്റ് ടൗൺ. അപ്പം മണി എന്താ പറയുന്നത്? മണി സെഡ്, മണി പറഞ്ഞു. എന്താ പറയുന്നത്? യു ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂറി, മസൂറിയിലേക്കുള്ള കണ്ണാശുപത്രിയിലേക്ക് അതിന് വേണ്ടി പോകേണ്ടി വരും എന്ന് പറയാണ്. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. നമ്മൾ നിയറസ്റ്റ് ടൗണിലാണല്ലേ, അത് അടുത്തുള്ള പട്ടണമാണെന്ന് ആര് പറയാണ്? മണി പറയാണല്ലേ. ബട്ട് ദാറ്റ് വാസ് 2 day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പക്ഷേ ഗ്രാനി അപ്പം എന്ത് ചെയ്യാണ്? അത് പ്രതിഷേധിച്ച്, അതായത് അങ്ങനെ വേണ്ട എന്നുള്ള ഇതിലാണല്ലേ. ബട്ട് ദാറ്റ് വാസ് 2 day ജേർണി, അത് 2 ദിവസത്തെ യാത്രയല്ലേ, മുത്തശ്ശി പറയാണല്ലേ, പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പം നമുക്ക് ഈ ഒരു പേജിൽ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നെക്സ്റ്റ് നോക്കാം. Why couldn't Granny see properly through her glasses? Why couldn't Granny see properly through her glasses? എന്താണ് ചോദ്യം? ഗ്രാനിക്കല്ലേ, മുത്തശ്ശിക്ക് കണ്ണടയിലൂടെ ശരിയായിട്ട് കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടായിരുന്നു? യെസ്, അതിൽ പ്രോപ്പറായിട്ട് കാണാൻ സാധിക്കുന്നില്ല. എന്താണ്? ഫസ്റ്റ് വൺ എന്തായിരുന്നു? വളരെയധികം പഴക്കം വന്നതാണല്ലേ. അതുപോലെ തന്നെ അതിനെന്താണ്? സ്ക്രാച്ചസും സ്പോട്ടഡൊക്കെ വന്നിട്ടില്ലേ. അപ്പോൾ അവരുടെ കാഴ്ചശക്തിയും അതുപോലെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ഗ്രാനി കുഡിൻ സീ പ്രോപ്പർലി ത്രൂ ഹെർ ഗ്ലാസ് ബിക്കോസ് ദർ വർ വെരി ഓൾഡ്. അതുപോലെ സ്ക്രാച്ചഡ് ആൻഡ് സ്പോട്ടഡ്. ഹർ ഐസൈറ്റ് ഹാഡ് ആൾസോ ഗ്രോൺ വീക്കർ ഓവർ ടൈം. അപ്പം ആൻസർ എന്താണ്? ഗ്രാനി കുഡിൻ സീ പ്രോപ്പർലി ത്രൂ ഹെർ ഗ്ലാസസ് ബിക്കോസ് ദ വർ വെരി ഓൾഡ്, സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. ഹെർ ഐസൈറ്റ് ഹാഡ് ആൾസോ ഗ്രോൺ വീക്കർ ഓവർ ടൈം. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്.
ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. അപ്പോൾ ഗ്രാനി എന്ത് ചെയ്യാണ്, ഓരോരോ എക്സ്ക്യൂസസ് കണ്ടെത്തുമായിരുന്നു അല്ലേ. ഷി ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. അതിനുള്ള കാരണം എന്തായിരുന്നു? ഷി ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മണിയിൽ നിന്നല്ലേ, അവരുടെ ഗ്രാൻഡ് സണിൽ നിന്ന് പിരിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. യെസ്, ഗ്രാനി ആഗ്രഹിച്ചിരുന്നില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് capable of looking for him after himself. He was 11 and quite capable of looking after himself. അവൻ എങ്ങനെയാണ്? അവന് എത്ര വയസ്സാണെന്നാണ് പറയുന്നത്? നമ്മുടെ മണിക്ക് എത്ര വയസ്സാണ്? 11 അല്ലേ, 11 വയസ്സാണ്. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ക്വൈറ്റ് capable of looking after himself. സ്വയം നോക്കാൻ അവൻ എങ്ങനെയായിരുന്നു? കഴിവുള്ളവനായിരുന്നു അല്ലേ, ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് ever since his mother had died when he was only a year old. അതായത് അവൻ്റെ അമ്മ മരിക്കുമ്പോൾ അവൻ എത്ര വയസ്സാണ്? അവൻ്റെ അമ്മ മരിക്കുമ്പോൾ മണിക്ക് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ആ സമയത്ത് മുതൽ മുത്തശ്ശി അവനെ വളർത്തിയതല്ലേ. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് capable of looking after himself, but granny had brought him ever since his mother had died when he was only a year old. She was his nanny, maternal grandmother, and had cared for boy and father and the cows and hens in the household with great energy and devotion. അതായത് ഇവർ എന്തൊക്കെ ചെയ്തു? ഷി വാസ് ഹിസ് നാനി. അങ്ങനെ അവരെന്ത് ചെയ്യാണ്? അവരുടെ അമ്മയുടെ അമ്മയായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഗ്രാനി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മണിയുടെ അമ്മയുടെ അമ്മയാണ്. അമ്മ മരിച്ചു അല്ലേ, 1 വയസ്സായിരുന്നപ്പോൾ, മണിക്ക് 1 വയസ്സായിരുന്നപ്പോൾ എന്താണ്? മണിയുടെ അമ്മ മരിച്ചു. ആ സമയത്ത് അവനെ വളർത്തിയത് ആരാണെന്നാണ് പറയുന്നത്? എൻ്റെ അമ്മയുടെ അമ്മയാണല്ലേ. അതായത് ഇവിടെ മെറ്റേണൽ ഗ്രാൻഡ് മദറാണ് ഇവിടെ പറയുന്നത്. ഷി വാസ് ഹിസ് നാനി, അതായത് മെറ്റേണൽ ഗ്രാൻഡ് മദർ. ആൻഡ് ഹാഡ് കെയർഡ് ഫോർ ബോയ് ആൻഡ് ഫാദർ, അതായത് അച്ഛനെയും മകനെയും ഒക്കെ അവരെന്ത് ചെയ്തു? വളരെ കെയർ ചെയ്തു അല്ലേ. ആൻഡ് ദ കൗസ് ആൻഡ് ഹെൻസ് ഇൻ ദ ഹൗസ് ഹോൾഡ്, അതുപോലെ വീട്ടിലുണ്ടായിരുന്ന ആരൊക്കെ? പശുക്കളെയും ഹെൻസിനെയും ഒക്കെ അവരാണ് പരിപാലിച്ചിരുന്നത്. ഹൗസ് ഹോൾഡ് വിത്ത് ഗ്രേറ്റ് എനർജി ആൻഡ് ഡിവോഷൻ. അവരെങ്ങനെയാണ് അതിനൊക്കെ പരിപാലിച്ചത്? വളരെയധികം ഊർജത്തോടും ഡിവോഷനോടും കൂടിയാണ് അല്ലേ അവരെയൊക്കെ പരിചരിച്ചിട്ടുണ്ടായിരുന്നത്, കെയർ ചെയ്തിട്ടുണ്ടായിരുന്നാണ് പറയുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സാഡ്. അപ്പോൾ അവൾ എന്ത് പറയാണ്? ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, എനിക്ക് നന്നായി കാര്യങ്ങൾ നോക്കാൻ കഴിയും, അവർ പറഞ്ഞു. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി. അപ്പം മണിയുടെ ഫാദർ പറയാണല്ലേ. നൗ ലിസൺ സെഡ് മണീസ് ഫാദർ സ്റ്റേൺലി, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, ഐ വിൽ ടേക്ക് യു ടു മുസൂറി. അപ്പം എന്താ മണിയുടെ അച്ഛൻ പറയുന്നത്? അച്ഛൻ കുറച്ച് ഗൗരവത്തോടു കൂടി പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാം? ഐ വിൽ ടേക്ക് യു, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ, നിങ്ങളെ ഞങ്ങൾ എന്ത് ചെയ്യില്ല, തനിച്ചയക്കുന്നില്ല. ഐ വിൽ ടേക്ക് യു ടു മസൂറി, ഞാൻ അമ്മയെ മസൂറിക്ക് കൊണ്ടുപോവാന്ന് പറയുകയാണല്ലേ. ഐ വിൽ ടേക്ക് യു മുസൂറി, മുസൂറിലേക്ക് ഞാൻ അമ്മയെ കൊണ്ടുപോവാന്ന് ആര് പറയാണ്? മണിയുടെ അച്ഛൻ പറയാണ്. ആൻഡ് ലീവ് മണി ഹെർ ബൈ ഹംസർ, ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്, ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പം എന്താ മുത്തശ്ശി പറയുന്നത്? എന്നിട്ട് മണിയെ ഇവിടെ തനിച്ചാക്കിയിട്ട് പോകാനോ? ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അങ്ങനെ എന്ത് പറയാണ്? അങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണല്ലേ. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി സെഡ് മണി ഈഗർലി. അപ്പം മണി വളരെ ഈഗറായിട്ട് പറയാണ്, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ മസൂറിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണല്ലേ. I have been taken to Missouri before with my school friends. I know where he can stay. But he paused a moment and looked doubtfully from his father to his grandmother. You wouldn't able to walk all the way to Nain, would you, Granny? എന്താ മണി എന്തൊക്കെയാ പറയുന്നത്? മണി വളരെ പറയുകയാണല്ലേ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുകയാണല്ലേ, ഞാൻ മുത്തശ്ശിയെ മസൂറിയിലേക്ക് കൊണ്ടുപോകാൻ. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി സെഡ് മണി ഈഗർലി. ഐ ഹാവ് ബീൻ ടു മസൂറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. അപ്പോൾ അവൻ എന്താണ്, അവൻ്റെ സ്കൂൾ ഫ്രണ്ട്സിനോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? മുമ്പ് എൻ്റെ സ്കൂൾ സുഹൃത്തുക്കളോടൊപ്പം മസൂറിയിൽ പോയിട്ടുണ്ടെന്ന് അവൻ പറയുകയാണല്ലേ. വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ് ഐ നോ വേർ വി ക്യാൻ സ്റ്റേ. അപ്പം എനിക്കറിയാം എവിടെയാണ് താമസിക്കേണ്ടതെന്ന്. ബട്ട് ഹി പോസ്ഡ് എ മൊമെന്റ് ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അപ്പോൾ സംശയത്തോട് കൂടിയിട്ട് ഹി പോസ്ഡ് എ മൊമെന്റ്, ഒരു നിമിഷം ഇങ്ങനെ നിൽക്കുകയാണല്ലേ. എന്നിട്ട് പറയാണ് വളരെ സംശയത്തോട് കൂടിയിട്ട് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ട് അവൻ എന്ത് ചെയ്യാണ്? പറയാണ്,
ഒരു നിമിഷം ഇങ്ങനെ സംശയത്തോടു കൂടി എന്ന് പറയാണ്. അച്ഛനെയും മുത്തശ്ശിയും അങ്ങനെ മാറി മാറി നോക്കി പറയുകയാണല്ലേ. എന്താ കൂട്ടുകാരെ പറഞ്ഞത്? യു വുഡൻ ബി ഏബിൾ ടു വോക്ക് ഓൾ ദ വേ ടു നൈ വുഡ് യു ഗ്രാനി? അപ്പോൾ ഗ്രാനിയോട് ചോദിക്കുകയാണല്ലേ, മുത്തശ്ശിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? മുത്തശ്ശിക്ക് നൈൽ വരെ നടക്കാൻ കഴിയില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശിയോട്. അപ്പോൾ ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സാഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും എനിക്ക് നടക്കാൻ കഴിയുമെന്ന് പറയുകയാണല്ലേ. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. അപ്പം എന്താ ഗ്രാനി പറയുന്നത്? എനിക്ക് കാഴ്ച കുറവാണെങ്കിൽ എൻ്റെ കാലുകൾക്ക് എന്തില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണല്ലേ. അവിടെ നോക്കൂ, ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. എനിക്ക് ഇനിയിപ്പോൾ കണ്ണ് കാണാനില്ലെങ്കിൽ എന്തുണ്ടില്ല, കാഴ്ചക്ക് കുറവാണെങ്കിൽ എൻ്റെ കാലുകൾക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് ആര് പറയുകയാണ്? യെസ്, ഗ്രാനി പറയാണ്. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പം എന്താ മണി പറയുന്നത്? പക്ഷെ മുത്തശ്ശിക്ക് എത്ര വയസ്സായി? 70 വയസ്സായി എന്ന് പറയുകയാണല്ലേ. ബട്ട് യു ആർ 70 ഗ്രാനി. മുത്തശ്ശിക്ക് ഇപ്പോൾ 70 വയസ്സല്ലേ ചോദിക്കുകയാണ്. What has the goat to do with it? And besides, it's downhill today and uphill coming back. Uphill is easier, said Granny. അപ്പോൾ ഗ്രാനി എന്താ കൂട്ടുകാരെ പറയുന്നത്? അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണല്ലേ, വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ഡു വിത്ത് ഇറ്റ്? അപ്പോൾ മുത്തശ്ശി ചോദിക്കില്ല, അതും ഇതും തമ്മിൽ. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ് അല്ലേ. വാട്ട് വാസ് ദ ഗോട്ട് ഡു വിത്ത് ഇറ്റ്? ആൻഡ് ബിസൈഡ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പ് ഹിൽ ഈസ് ഈസിയർ, സാഡ് ഗ്രാനി. കൂടാതെ എന്താണ്? നൈലിലേക്ക് ഇറക്കാമല്ലേ പറയാണല്ലേ. ബിസൈഡ്സ് ഇറ്റ് ഡൗൺ ഹിൽ ടു നെയിൻ ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. എന്താ പറയുന്നത്? തിരികെ വരുമ്പോൾ കയറ്റുവാണ്. അപ്പം എന്താ ഗ്രാനി പറയുന്നത്? അപ്പ് ഹിൽ ഈസ് ഈസിയർ, കയറ്റം എന്താണ്? എളുപ്പമാണെന്ന് പറയാണ്. സെഡ് ഗ്രാനി പറഞ്ഞു. Now that she knew money might be accompanying her, she was more than ready to make the journey. While we are in Missouri, we will get some seeds and bulbs, and new belt for the white cow, and pullover for your father, and shoes for you. എന്തൊക്കെയാ പറയുന്നത്? Now that she knew money might be accompanying her, she was more than ready to make the journey. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണല്ലേ, മണിയും തന്നോടൊപ്പം വരാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്താണ്? യാത്ര ചെയ്യാൻ കൂടുതൽ ഇൻട്രസ്റ്റ് ആവുകയാണല്ലേ. ദെൻ പറയുകയാണ്, വൈൽ വി ആർ ഇൻ മസൂറി വി വിൽ ഗെറ്റ് സം സീഡ്സ് ആൻഡ് ബൾബ്സ്. നമ്മൾ മസൂറിയിലാവുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? കുറച്ച് കിഴങ്ങുകളും വിത്തുകളൊക്കെ വാങ്ങാമെന്ന് പറയുകയാണ് അല്ലേ. പിന്നെ എന്ത് പറയാണ്? ആൻഡ് എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ. വൈറ്റ് കൗവിന് എന്ത് ചെയ്യുക? നമുക്കൊരു ബെല്ലൊക്കെ വാങ്ങാം, ഒരു മണിയൊക്കെ അല്ലേ, നമ്മൾ പശുവിനൊക്കെ മണി കെട്ടില്ലേ, മണിയൊക്കെ വാങ്ങാമെന്ന് പറയുകയാണ്. ആൻഡ് പുളോവർ ഫോർ യുവർ ഫാദർ ആൻഡ് ഷൂസ് ഫോർ യു. പിന്നെ എന്താ പറയുന്നത്? അച്ഛൻ എന്താ പറയുന്നത്? അച്ഛന് പറയാണ്, അച്ഛനൊരു പുതപ്പും നിനക്കൊരു ഷൂസൊക്കെ വാങ്ങാമെന്ന് പറയുകയാണ് അല്ലേ. ആൻഡ് ഷൂസ് ഫോർ യു. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. അപ്പം അച്ഛൻ പറയണം, ഒരു മിനിറ്റ് എന്ന് പറയുകയാണല്ലേ. ജസ്റ്റ് എ മിനിറ്റ്, ഒരു നിമിഷം ചോദിച്ചോട്ടെ. സെഡ് മണീസ് ഫാദർ, ആർ യു ഗോയിങ് ദ ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അപ്പോൾ ആർ യു ഗോയിങ് ഓൺ എ ദ ഹാവ് യു ഐസ് ടെസ്റ്റഡിന് പോവുകയാണോ നിങ്ങൾ? അല്ലെങ്കിൽ ചോദിക്കുകയാണോ ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിംഗ് ട്രിപ്പിനാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? ആര് ചോദിക്കുകയാണ്? മണിയുടെ അച്ഛൻ ചോദിക്കുകയാണല്ലേ. I have got only 100 rupees to spare. You will have to manage with that. അപ്പം എന്താ പറയുന്നത്? I have got only 100 rupees to spare. അപ്പോൾ ചിലവഴിക്കാൻ എത്ര രൂപയാണ് എൻ്റെ കയ്യിലെന്ന് പറയണം? 50 രൂപയുണ്ടെന്ന് പറയാം. 100 rupees അല്ലെ, 100 രൂപയുണ്ടെന്ന് പറയുകയാണ് അല്ലേ. ഒരു 100 രൂപയാണ് എൻ്റെ കയ്യിൽ സ്പെയർ ചെയ്യാനുള്ളതെന്ന് അച്ഛൻ പറയുകയാണല്ലേ. യു ഹാവ് ടു മാനേജ് വിത്ത് ദാറ്റ്. നിങ്ങൾ അത് വെച്ച് എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയാണ്. വി വിൽ മാനേജ് സെഡ് മണി. അപ്പം ഞങ്ങൾ മാനേജ് ചെയ്തോളാം എന്ന് ആര് പറയാണ്? മണി പറയാണ്. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ എന്ത് ചെയ്യും? വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ ബസ് ഷെൽട്ടറിൽ കിടന്നുറങ്ങും. No, we won't, said Granny. I have got 50 rupees of my own. We will stay at a hotel. അപ്പം എന്താ നമ്മുടെ ഗ്രാനി പറയുന്നത്? No, we won't, said Granny. അപ്പം എന്താ ഗ്രാനി പറഞ്ഞാൽ? പക്ഷെ മുത്തശ്ശി പറയാൻ, അല്ല, എൻ്റെ കയ്യിൽ എന്തുണ്ട്? I have got 50 rupees of my own. എൻ്റെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്. We will stay at a hotel. നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഹോട്ടലിലൊക്കെ താമസിക്കാമെന്ന് ആര് പറയാണ്? യെസ്, ഗ്രാനി പറയാണ്. Early next morning in a light drizzle, Granny and Mani set out on the path of Nain. Early next morning അല്ലേ, അടുത്ത ദിവസം നേരത്തെ തന്നെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ ലൈറ്റ് ഡ്രിസിൽ അതായത് ഒരു നേരിയ പൊടി അങ്ങനത്തെ ഡ്രിസിലല്ലേ നമ്മൾ പറയില്ലേ, മഴ അധികം മഴ ഇല്ലാണ്ട് അങ്ങനെ ചെറുതായിട്ട് പെയ്യില്ലേ, അതിനാണ് പറയുന്നത് ഡ്രിസിൽ.
ഒരു നേരിയ മഴ. ഓക്കെ, ഒരു നേരിയ മഴ. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഓൺ ദ പാത്ത് ടു നൈൻ. അപ്പം ഗ്രാനിയും മണിയും കൂടി എന്ത് ചെയ്യാണ്? നൈനിലേക്കുള്ള വഴിയിലേക്കുള്ള യാത്ര തുടങ്ങി. സെറ്റ് ഔട്ട് മീൻസ് ടു സ്റ്റാർട്ട് എ ജേണി. സെറ്റ് ഔട്ട് മീൻസ് എന്താണ്? നമ്മളൊരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് പറയുന്നത്. സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ഓഫ് നൈൻ, അതായത് അവർ ആ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് 2-3 ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. വൈ ഡിഡ് ഗ്രാനി വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി? എന്താ ചോദിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മുത്തശ്ശി മണിയെ പിരിയാൻ ആഗ്രഹിക്കാത്തതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? നമുക്ക് ആൻസർ എഴുതാം. ഗ്രാനി ഡിഡിൻറ്റ് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി ബിക്കോസ് ഷീ വാസ് വെരി ഫോണ്ട് ഓഫ് ഹിം ആൻഡ് ഫെൽ സെക്യൂർ ആൻഡ് ഹാപ്പി ഇൻ ഹിസ് കമ്പനി. ദർ ബോണ്ട് വാസ് വെരി സ്ട്രോങ്. അവർ തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്? വളരെയധികം സ്ട്രോങ് ആയിരുന്നു അല്ലേ. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. ഡു യു തിങ്ക് ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു നൈൻ? ഗിവ് റീസൺ. അതായത് നൈനിലേക്ക് നടക്കാൻ മുത്തശ്ശിക്ക് കോൺഫിഡൻറ്റ് ഉണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നിങ്ങൾ കരുതുന്നുണ്ടോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഗിവ് റീസൺ, കാരണങ്ങളും പറയാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, കോൺഫിഡൻ്റ് അല്ലായിരുന്നു മുത്തശ്ശി. യെസ്, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? യെസ് എന്ന് എഴുതാം. ദെൻ റീസൺ എഴുതാം നമുക്ക്. ഗ്രാനി സീംഡ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു നൈൻ. ഷീ ഹാഡ് എക്സ്പീരിയൻസ് വാക്കിംഗ് ലോങ് ഡിസ്റ്റൻസ് ആൻഡ് വാസ് ഡിറ്റർമൈൻഡ് ടു മാനേജ് ജേർണി ഡിസ്പൈറ്റ് ദ ഏജ് ആൻഡ് പുവർ ഐസൈറ്റ്. Okay, then fourth question. Why does Mani's father call Granny's journey to Missouri a shopping trip? Why does Mani's father call? എന്തുകൊണ്ടാണ് മണിയുടെ അച്ഛൻ ഈ ട്രിപ്പിനെ അല്ലേ, മിസറിയിലേക്കുള്ള യാത്രയെ അച്ഛനൊരു ഷോപ്പിംഗ് യാത്ര എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്നാണല്ലേ ചോദിച്ചത്. എന്തുകൊണ്ടായിരുന്നു? യെസ്, നമുക്ക് ആൻസർ എഴുതാം. Mani's father jokingly called Granny's trip to Missouri a shopping trip because they combined the eye treatment with buying other essential items from the town, where more goods were available than in the village. ഇനി നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. Mani carried a small bedding roll on his shoulders. Granny carried a large clothes shopping bag and umbrella. Whenever you feel tired, we will take rest, said Mani. എന്താണ് മണി എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? മണി ഒരു ചെറിയ കിടക്കവിരി എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ, ഒരു ചെറിയ കിടക്കവിരി എന്ത് ചെയ്തിരുന്നു? റോൾ ഓൺ ഹിസ് ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്, അവൻ്റെ ഷോൾഡറിലെല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് അംബ്രല്ല. ഈ മുത്തശ്ശിയുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു തുണിസഞ്ചിയും അതുപോലെ തന്നെ എന്തുണ്ട്? കൊടയും ഉണ്ടായിരുന്നു അല്ലേ. വെനെവർ യു ഫീൽ ടയർഡ് വി വിൽ ടേക്ക് റെസ്റ്റ്, സെഡ് മണി. അപ്പം മണി പറയാണ് നമുക്ക് എപ്പോഴാണ്, നിങ്ങൾക്ക് അതായത് മുത്തശ്ശിക്ക് എപ്പോഴാണോ ക്ഷീണം തോന്നുന്നത് വി വിൽ ടേക്ക് റെസ്റ്റ്, അപ്പം നമുക്ക് റെസ്റ്റ് ചെയ്യാന്ന് പറയാണ് അല്ലേ. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്, സെഡ് ഗ്രാനി. വി വിൽ റെസ്റ്റ് when you are hungry. അപ്പൊ ഗ്രാനി എന്താ പറയുന്നത്? വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ്, നമ്മളിപ്പോൾ എന്താണുള്ളൂ? തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. മുത്തശ്ശി പറയാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമുക്ക് എന്ത് ചെയ്യാം? നിനക്ക് വിശക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വിശ്രമിക്കാമെന്ന് ആര് പറയാണ്? ഗ്രാനി പറയാണ്. ദ walked at a steady pace without talking too much. A flock of parrots whirled overhead, flashes of red and green against the blue sky. There were no other sounds except for the hiss and gentle patter of the rain. അപ്പോൾ എന്താണ്? യെസ്, they walked at a steady pace without talking too much. അപ്പോൾ അവരധികം സംസാരിക്കാതെ തന്നെ എന്ത് ചെയ്യാണ്? വേഗതയിൽ നടക്കുകയാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ്. ഫ്ലോക്ക് എന്ന് പറയുമ്പോൾ കൂട്ടല്ലേ, അതായത് പാരറ്റ്സിൻ്റെ കൂട്ടത്തെയാണ് നമ്മൾ ഫ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർഹെഡ്. അപ്പോൾ ഒരു കൂട്ട തത്തകൾ അവരുടെ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ടല്ലേ, ഓവർഹെഡ്. ദെൻ ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സ്മോൾ സ്കൈ. ദെൻ എന്താണ്? അതായത് ഈ രണ്ട് ആകാശത്തിലെ ചുവപ്പും മഞ്ഞയല്ലേ, ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ, ചുവപ്പും പച്ചയല്ലേ, ചുവപ്പും. യെസ്, ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സ്മോൾ സ്കൈ. അതായത് മുകളിൽ അതെന്ത് ചെയ്യുന്നുണ്ട്? തത്തകൾ വട്ടട്ട് പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ രണ്ട് ആകാശത്ത് ചുവപ്പും പച്ചയും നിറത്തിലുള്ള മിന്നലുകൾ പോലെയാണ് തോന്നിയതെന്ന് പറയാണല്ലേ. There were no other sound except from his kiss and gentle patter of the rain.
അപ്പം എന്ത് മാത്രമേ ഉള്ളൂ, അതായത് മഴയുടെ നേരിയ ശബ്ദവും പതിഞ്ഞ തുള്ളികളുടെ ശബ്ദവും ഒഴികെ ഒരു ശബ്ദം അവിടെ കേൾക്കാനുണ്ടായിരുന്നില്ല എന്നാണല്ലേ പറയുന്നത്. മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. എന്താണ് മണി എന്ത് ചെയ്യാണ്? മണി സ്റ്റോപ്പ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. മണി എന്ത് ചെയ്യാണ്? ഒരു കാട്ടിൽ നിന്ന് ബ്ലാക്ക്ബെറി അല്ലെ ബ്ലാക്ക്ബെറികൾ പറിക്കായിരുന്നു അല്ലേ അവിടുന്ന്. അപ്പം എന്ത് ചെയ്യാൻ? ഗ്രാനി വാസ് ഇൻ ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. മുത്തശ്ശിക്ക് എന്ത് ചെയ്യല്ല, ബെറികളൊന്നും ഇഷ്ടമായിരുന്നല്ലേ. അപ്പം എന്ത് ചെയ്യാണ്? ഹി സ്ലാക്കൻ ഹെർ പേസ്. ഹി മണി ഹാഡ് ടു turn to catch up with her. Soon his lips were purple with the juice from the berries. അപ്പം അവരെന്ത് ചെയ്യണം? അവരുടെ വേഗത കുറച്ചില്ല. അവരോടൊപ്പം എത്താൻ മണിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ബ്ലാക്ക്ബെറി ഒക്കെ കഴിക്കുകയാണ് അല്ലേ. സൂൺ ഹിസ് ലിപ് വേർ മണി ഹാഡ് ടു റൺ ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അപ്പോൾ അവരുടെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഓടേണ്ടി വന്നു ആർക്ക്? മണിക്ക് അല്ലേ. സൂൺ ഹിസ് ലിപ്സ് വേർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. അപ്പോൾ നമ്മുടെ മണിയുടെ ചുണ്ടുകളാണല്ലേ പറയുന്നത്. സൂൺ ഹിസ് ലിപ്സ് വേർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. ആ ബെറീസിൽ വന്നുള്ള ജ്യൂസ് വന്നിട്ട് അവൻ്റെ ചുണ്ടുകൾ എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. അവൻ്റെ ചുണ്ടുകളുടെ ബെറികളുടെ നീര് കൊണ്ട് പർപ്പിൾ നിറായിട്ട് മാറി എന്നാണല്ലേ പറയുന്നത്. ദെൻ ദ റെയിൻ സ്റ്റോപ്പ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. അങ്ങനെ എന്താണ്? മഴ മാറി, സൺ കെയിം ഔട്ട്. വെയിൽ വരികയാണല്ലേ. മഴ നിന്നു, സൂര്യൻ ഉദിച്ചു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റൂഡ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ഹിൽസ് വർ bathed in golden sunshine. മണി ran ahead. എന്താ പറയുന്നത്? ബിലോ ദം, താഴെയായിട്ട് എന്താണ്? താഴെ ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റൂഡ് ഔട്ട് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്. അതായത് എന്താണ്? വയലുകളുടെ ഇളം പച്ചപ്പ്, വനങ്ങളും കടും പച്ചപ്പിൽ നിന്ന് വേറിട്ടിങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ് അല്ലേ. Then against the dark green of the forest and the hills were bathed in golden sunshine. ഹിൽസ് എങ്ങനെയായിരുന്നു? കുന്നുകൾ എങ്ങനെയായിരുന്നു? സ്വർണ്ണ വെളിച്ചത്തിലല്ലേ. bathed in golden sunshine, സ്വർണ്ണ വെളിച്ചത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് അല്ലേ. മണി ran ahead. മണി മുന്നോട്ടേക്ക് ഓടി. Can you see all right, Granny? He called. അപ്പോൾ ക്യാൻ യു സി ഓൾ റൈറ്റ് ഗ്രാനി, നിങ്ങൾക്ക് അതൊന്നായി കാണാൻ സാധിക്കുന്നുണ്ടോ? അവൻ ചോദിക്കുകയാണ് അല്ലേ. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട് ദാറ്റ്സ് ഇനഫ് ഫോർ us now. അപ്പോൾ എന്താ മുത്തശ്ശി അറിയണത്? ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? എനിക്ക് വഴി കാണാൻ സാധിക്കുന്നുണ്ട്. ഐ ക്യാൻ സീ ദ പാത്ത്, ദെൻ ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. എനിക്ക് നിൻ്റെ വെള്ള ഷർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ us now. ഇപ്പോഴത്തേക്ക് എന്ത് ചെയ്താൽ മതി? അത് മതി എന്ന് പറയാണല്ലേ. Okay, then Granny and Mani are there, right meal on the roadside in the shade of the whispering pine and drank from a spring. എന്താ പറയുന്നത്? മുത്തശ്ശിയും മണിയും കൂടി എന്ത് ചെയ്യാണ്? വഴിയരികിൽ ഇലകൾ മന്ത്രിക്കുകയാണല്ലേ. വിസ്പറിങ് പൈൻ ഇലകൾ മന്ത്രിക്കുന്നിടത്ത് നിന്ന് എന്ത് ചെയ്യാണ്? ഒരു തണലിലിരുന്നിട്ട് ഡാർക്ക് ഫ്രം എ സ്പ്രിങ്. അവരെന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവരുടെ മീല് കഴിക്കുകയാണ് അല്ലേ. ഭക്ഷണം, ഒരു ലഘു ഭക്ഷണം അവരെന്ത് ചെയ്യണം? എവിടെ ഇരുന്ന് കഴിച്ചു എന്നാണ് പറയുന്നത്? Their light meal on the roadside on the shade of whispering pine and drank from a spring. Then by late afternoon they were directly above Nain. അങ്ങനെ അവർ ഏകദേശം എവിടെ എത്താറായി? നെല്ലെത്താറായി അല്ലേ. Then we are almost there, said Mani. I can see the temple near uncle's house. അപ്പോൾ എന്താ പറയുന്നത്? We are almost there. നമ്മൾ ഏകദേശം എത്താറായി, said Mani. മണി പറഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അമ്മാവിൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറയുകയാണല്ലേ. ഐ കാൺ സീ എ തിങ്, സാഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ് എന്താണ്? ഐ കാൺ സീ എ തിങ്, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് ആര് പറയാണ്? മുത്തശ്ശി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. അതിന് കാരണം എന്തായിരുന്നു? മിസ്റ്റ് ആയിരുന്നു അല്ലേ. മൂടൽ മഞ്ഞ് കാരണമാണ് ആർക്കൊന്നും കാണാൻ സാധിക്കാതിരുന്നത്? ഗ്രാനിക്ക് അല്ലേ. ഗ്രാനി ഇപ്പോൾ പറയാണ് ഐ കാൺ സീ എ തിങ്, സാഡ് ഗ്രാനി, എനിക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് ഗ്രാനി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. ദർ വാസ് തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പോൾ അവിടെ എന്താണ്? താഴ്വരയിൽ നിന്ന് കനത്ത മൂടൽ മഞ്ഞ് വരുന്നുണ്ടല്ലേ. ഇറ്റ് ബിഗാൻ റൈനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ആൻഡ് ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. It began raining heavily as they entered the small market town and the bank of the river. ഒരു പുഴയുടെ തീരത്തുള്ള ഒരു ചെറിയ ചന്തയിലേക്ക് പ്രവേശിച്ചപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? It began raining heavily. മഴ നല്ല ശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി അല്ലേ. Granny's umbrella was leaking badly. അപ്പം എന്താ സംഭവിച്ചത്? മുത്തശ്ശിയുടെ കുട എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ലീക്കിംഗ് ബാഡ്ലി, കുറച്ച് ചോരുന്നുണ്ടായിരുന്നു. But they were soon drying themselves in uncle's house and drinking glasses of hot sweet milky tea.
But they were soon drying themselves in uncle's house and bringing glass of hot sweet milk tea. പക്ഷെ അവരെന്ത് ചെയ്യാണ്, അവരമ്മാവൻ്റെ വീട്ടിലെത്തിയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, നല്ല ചൂടുള്ള ഡ്രിങ്കിങ് ഗ്ലാസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ കുടിക്കുകയാണ് അല്ലെ. ചൂടും മധുരവുമുള്ള പാൽ ചായയൊക്കെ കുടിച്ച് അവരെന്ത് ചെയ്യാണ്, വിശ്രമിച്ചു. Then Mani got up early the next morning and ran down the narrow street to bath in the river. അടുത്ത ദിവസം മണി എന്ത് ചെയ്യാണ്, രാവിലെ മണി നേരത്തെ എഴുന്നേറ്റ് പുഴയിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ. പുഴയിൽ കുളിക്കാൻ വേണ്ടി തെരുവിലൂടെ ഓടിയിറങ്ങി. സ്ട്രീറ്റ് ബാത്ത് ഇൻ ദ റിവർ. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് എ ബ്ലെയർ ഓഫ് ബസ് കോൺ. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് ബസ് കോൺ. അപ്പം എന്താ, മണി വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നപ്പോൾ ബസ് കോണിൻ്റെ ശബ്ദം കേൾക്കുകയാണല്ലേ. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസോറി. അപ്പോൾ മസൂറിയിലേക്ക് ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നു അല്ലേ. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദ ഹാഡ് മിസ്ഡ് ഇറ്റ്. ഹി സ്കാമ്പേർഡ്, അവൻ എന്ത് ചെയ്യാണ്, അത് നഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് അവനിങ്ങനെ ഓടുകയാണ് അല്ലേ. സ്കാമ്പേർഡ് ദ സ്റ്റോപ്പ് വണ്ടറിങ് ദ ഹിം വെറ്റ് ദ ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ് സ്റ്റോപ്പ്. പക്ഷേ ഗ്രാനി എന്ത് ചെയ്യായിരുന്നു, അവനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദെയർ ടിക്കറ്റ്സ്. അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ നേരത്തെ വാങ്ങിയിരുന്നു. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. അപ്പം എങ്ങനെയാണ്, ബസ് പഴയതും അതുപോലെ തന്നെ ഓൾഡാണ്, അതുപോലെ തന്നെ rickety and rattled so much that the passengers could barely hear themselves speaking. അതായത് ജീർണിച്ചിട്ടാണ്, ഭയങ്കര പഴക്കമുള്ളൊരു ബസ്സായിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, so much that the passengers could barely hear themselves speaking. അതുകൊണ്ട് തന്നെ പരസ്പരം ആളുകൾ തമ്മിൽ പരസ്പരം സംസാരിക്കുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത വിധം എന്തുണ്ടായിരുന്നു, ഈ ബസ്സിന് കുലുക്കമുണ്ടായിരുന്നു അല്ലേ, കുലുങ്ങിയിരുന്നു എന്നാണ് പറയുന്നത്. That the passengers could bear themselves speaking. The driver drove at some speed and whenever he went round a bend, everyone the bus was thrown about. എന്താ പറയുന്നത്, ഡ്രൈവർ drove at some speed. ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി ഓടിച്ചിരുന്നത്, വളരെ എങ്ങനെയാണ്, കുറച്ച് വേഗത്തിലാണല്ലേ ഓടിച്ചിരുന്നത്. ദെൻ എന്താ പറയുന്നത്, യെസ് Granny, yes, whenever he went around a bend, everyone in the bus was thrown about. ഇനി വളവൊക്കെ തിരിയുന്ന കാര്യമാണ് പറയുന്നത് അല്ലേ. വളവുകളിൽ എത്തുമ്പോൾ ബസ്സിലുള്ളവരെന്ത് ചെയ്യൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലയൂ അല്ലേ. ഇൻ സ്പൈറ്റ് ഓൾ ഓഫ് ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്, ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. ഇങ്ങനെയൊക്കെ ആയിരുന്നാലും, അതായത് ഇവിടെ ഒച്ചിമ്പളൊക്കെ ഉണ്ടായിട്ടും എന്താണ്, ഗ്രാനി എന്ത് ചെയ്യാണ്, ഈ ബഹളങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും ഇടയിലൊക്കെ മുത്തശ്ശിയുടെ മുത്തശ്ശി മണിയുടെ തോളിൽ ഇങ്ങനെ തല ചായ്ച്ച് ഉറങ്ങുകയാണ് അല്ലേ. Granny fell asleep, her head resting against Mani's shoulder. Suddenly the bus came to grinding halt. People were thrown forward in their seats. What's happening? Granny asked. Have we arrived? എന്താ സംഭവിച്ചത്, പെട്ടെന്ന് എന്താ കൂട്ടുകാരി സംഭവിച്ചത്. Suddenly the bus came to grinding halt. ബസ് ഒരു ഉഗ്ര ശബ്ദത്തോടു കൂടി നിൽക്കുകയാണ് അല്ലേ. കെയിം ടു ഗ്രൈൻഡ്ലി ഹാൾ. ദ പീപ്പിൾ വേർ തോൺ ഫോർവേഡ് ദ സീറ്റ്സ്. ആളുകളൊക്കെ അവരുടെ സീറ്റുകളിൽ നിന്നും മുന്നോട്ടേക്ക് തെറിക്കുകയാണ് അല്ലേ. ഫോർവേഡ് ഇൻ ദ സീറ്റ്സ്. വാട്ട്സ് ഹാപ്പനിങ് ഗ്രാനി ആസ്ക്. അപ്പോൾ ഗ്രാനി ചോദിക്കുകയാണല്ലേ, എന്താണ് സംഭവിച്ചതെന്ന് ഗ്രാനി ചോദിച്ചു. ഹാവ് വി അറൈവ്ഡ്? നമ്മളവിടെ എത്തിയോന്ന് ചോദിക്കുകയാണല്ലേ ഗ്രാനി എന്തായാലും നല്ല ഉറക്കത്തിലായിരുന്നല്ലേ. അപ്പോൾ ഗ്രാനി ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, അപ്പോൾ ഗ്രാനി ഉറക്കം നീറ്റൊക്കെ ചോദിക്കുകയാണ്, നമ്മളവിടെ എത്തിയോന്ന് ചോദിക്കുകയാണ്. നോ സംതിങ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അപ്പം മണി പറയാണ്, ഇല്ല, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്, എന്തോന്ന് റോഡ് തടസ്സമായിട്ട് കിടക്കുന്നുണ്ടെന്ന് പറയുകയാണ് അല്ലേ. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലൈംഡ് സം വൺ ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ അതെന്തായിരുന്നു കൂട്ടുകാർ, ഒരു ലാൻഡ് സ്ലൈഡ് ആയതൊരു മണ്ണിടിച്ചിലായിരുന്നു അല്ലേ. ആരോ വിളിച്ച് പറയുന്നുണ്ട്. എക്സ്ക്ലൈംസ് വൺ ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോ ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, ബസ്സിലല്ലേ, അപ്പോൾ ബസ്സിൻ്റെ ജനലിൽ കൂടെ എല്ലാവരും കൂടി തല പുറത്തേക്ക് ഇട്ട് നോക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അത് എങ്ങനെയുള്ളൊരു ലാൻഡ് സ്ലൈഡ് ആയിരുന്നു, വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു. ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗോൺ എവേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. അപ്പോൾ അതെങ്ങനെയാണ്, എർത്തും അതായത് മണ്ണും മരങ്ങളും ഒക്കെ കൂടി എന്ത് ചെയ്യാണ്, ബുഷസും ഒക്കെ കൂടി വെൻ കം ക്രാഷിംഗ് ഡൗൺ. റോഡ് ഇങ്ങനെ ക്രാഷ് ചെയ്ത് നോക്കൂ, ഇവിടെ നമുക്ക് പിക്ചറിൽ കാണാനുണ്ട് അല്ലേ, കല്ലും ചെടികളൊക്കെ കൂടി ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. Yes, blocking the road. Now was it over yet? The bridge was still falling. Many saw rocks hurtling down the hill into the river. അപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവശിഷ്ടങ്ങൾ. ഡെബ്രിസ് മീൻസ് അതിൻ്റെ അവശിഷ്ട, ബ്രിസ്
അവശിഷ്ടങ്ങളല്ലേ, അവശിഷ്ടങ്ങൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. വാസ് സ്റ്റിൽ ഫാളിങ്. മണി സോ റോക്സ് ഹട്ട്ലിംഗ് ഡൗൺ ദി ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. അപ്പം മണി എന്ത് കണ്ടു? പുഴയിലേക്ക് ഇങ്ങനെ കുന്നിൻ മുകളിൽ നിന്ന് പാറകൾ ഉരുണ്ട് വീഴുന്നത് മണി കണ്ടു അല്ലേ. Not a suitable place for a bus stop, observed Granny, who couldn't see a thing. Not a suitable place for a ബസ് സ്റ്റോപ്പ്. അപ്പം എന്താ മുത്തശ്ശി എന്താ പറയുന്നത്? ബസ് സ്റ്റോപ്പിന് പറ്റിയ സ്ഥലമല്ല ഇത്, ഒരു വസ്തു പോലും കാണാൻ കഴിയാത്ത മുത്തശ്ശി എന്ത് ചെയ്യാണ്? ഇങ്ങനെ അഭിപ്രായപ്പെടുകയാണല്ലേ. ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിൻറ്റ് സീ എ തിങ്. ഒരു കാര്യം പോലും കാണാൻ പറ്റാണ്ട് മുത്തശ്ശി എന്താ പറയുന്നത്? നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. ഇത് ബസ് സ്റ്റോപ്പിന് പറ്റിയൊരു സ്ഥലമല്ല. ഈവൻ ആസ് ഷീ സ്പോക്ക് എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. അപ്പം എന്താ സംഭവിച്ചത്? ഈവൻ ആസ് ഷീ സ്പോക്ക്, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാണ്? എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ റൂഫിൻ്റെ മുകളിലേക്ക് എന്ത് വീഴുകയാണ്? ചെറിയ പാറകളും കല്ലുകളും ഒക്കെ കൂടി വന്ന് വീഴുകയാണ് അല്ലേ. പാസഞ്ചേഴ്സ് ക്രൈഡ് ഓൺ ഇൻ അലാം. അപ്പം എന്ത് ചെയ്യും? ആൾക്കാരൊക്കെ പരിഭ്രാന്തിപ്പെട്ട് കരയില്ല, ഉറക്കെ നിലവിളിച്ച് കരയാണ്. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. അപ്പം ഡ്രൈവർ എന്ത് ചെയ്തു? കൂടുതൽ പാറകളൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ ബസ് എന്ത് ചെയ്യാണ്? റിവേഴ്സ് എടുക്കുകയാണ് അല്ലെ, പുറകോട്ടേക്ക് എടുത്തു. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. Okay, sixth question നോക്കാം. Landslides are becoming more frequent now, aren't they? Make a list of recent natural calamities. Discuss the possible causes of this. എന്താ ചോദിച്ചിട്ടുള്ളത്? യെസ് നോക്കൂ, ലാൻഡ്സ്ലൈഡ്സ് ആർ ബിക്കമിങ് മോർ ഫ്രീക്വന്റ് നൗ, aren't they? എന്താണ്? മണ്ണിടിച്ചിൽ ഇപ്പോൾ പതിവായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മേക്ക് എ ലിസ്റ്റ് ഓഫ് റീസെന്റ് നാച്ചുറൽ കലാമിറ്റീസ്. എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? പ്രകൃതി ദുരന്തങ്ങളുടെ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ പട്ടിക, ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കസ് ദ പോസിബിൾ കോസസ് ഓഫ് ദസ്. അതിന് കാരണങ്ങളല്ലേ, ഇവയുടെ സാധ്യമായ കാരണങ്ങളും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ലിസ്റ്റ് ഔട്ട് ചെയ്യാം അല്ലേ. കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് എഴുതാം. ഫസ്റ്റ് വൺ നമുക്ക് എഴുതാം, ലാൻഡ് സ്ലൈഡ് ഇൻ ഹിമാചൽ പ്രദേശ് 2023. ദെൻ ഫ്ലഡ്സ് ഇൻ കേരള. കേരളയിൽ ഫ്ലഡ് ഉണ്ടായില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? ഫ്ലഡ്സ് ഇൻ കേരള ഏതായിരുന്നു വർഷം? 2023 ആണല്ലേ. ദെൻ എർത്തുക്വേക്ക് ഇൻ തുർക്കി ആൻഡ് സിറിയ. ദെൻ സൈക്ലോൺ ഇൻ ഗുജറാത്ത്. ഇയർ എന്താണ്? 2023 ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോസസ് എഴുതാം. പോസിബിൾ കോസസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാരണങ്ങൾ? യെസ്, ഫസ്റ്റ് വൺ തന്നെയാണ് ഡിഫോറസ്റ്റേഷൻ തന്നെയാണ് അല്ലെ. ഡിഫോറസ്റ്റേഷൻ ആൻഡ് ലോസ് ഓഫ് ട്രീ കവർ. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഹെവി റെയിൻഫാൾ. ദെൻ അൺപ്ലാൻഡ് കൺസ്ട്രക്ഷൻ ആൻഡ് മൈനിങ് ആക്ടിവിറ്റീസ്. ദെൻ ലാസ്റ്റ് എഴുതാം, ഗ്ലോബൽ വാർമിംഗ് കോസിങ് എക്സ്ട്രീം വെതർ പാറ്റേൺസ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്കറിയാവുന്ന നാച്ചുറൽ കലാമിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? കൂടുതൽ എഴുതുക. എന്താണ്? എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ കോസസ് ഉണ്ടാവില്ലേ, ഈ കലാമിറ്റീസ് വരാനുള്ള കാരണങ്ങൾ ഉണ്ടാവില്ലേ, ഇതുപോലെ എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. ഇത് നെക്സ്റ്റ് നോക്കാം. ഐ നെവർ ഡിസ്ട്രസ്റ്റ് മോട്ടോർ റോഡ് സാഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയാണ് എന്ത് ചെയ്യില്ല, എനിക്ക് മോട്ടോർ റോഡുകൾ ഒട്ടും തന്നെ ട്രസ്റ്റ് ഇല്ല, വിശ്വാസമില്ലായിരുന്നു എന്ന് മുത്തശ്ശി പറയാണ് അല്ലേ. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ദെൻ എവരിവൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. എന്താണ്? ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അണ്ടിൽ ദേ വർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. ഡ്രൈവർ എന്ത് ചെയ്യാണ്? ഡ്രൈവർ മണ്ണിടിച്ചിൽ പ്രദേശത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് എന്ത് ചെയ്യാണ്? ബസ് പിന്നോട്ടേക്ക് ഓടിക്കുകയാണ് അല്ലേ. ദെൻ എവരിവൺ ഔട്ട് ഓഫ് ദ ബസ്. അങ്ങനെ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ദി കുഡിൻ ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദ റോഡ്. ദിവസങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ എടുക്കുമെന്ന് അവർ മനസ്സിലാക്കുകയാണ് അല്ലേ. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ കുറച്ച് പേരെന്താണ് ബസ്സിൽ തിരികെ പോകാമെന്ന്, മിക്ക യാത്രക്കാരും എന്ത് ചെയ്യാണ്? ബസ്സിൽ തിരികെ നൈനിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രി ടു വർക്ക് ടു മസൂറി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? എന്താണ്? കുറച്ച് പേര് എന്ത് ചെയ്യുന്നുണ്ട്? ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രി ടു വർക്ക് ടു മസൂറി, ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. അപ്പോൾ കുറച്ച് പേരെന്താ ചെയ്യണത്? അവർ ധൈര്യശാലികളായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? മണ്ണിടിച്ച് ഒഴിവായിട്ട് മലയിലുള്ളൊരു കുറുക്ക് വഴിയിലൂടെ എന്ത് ചെയ്യണം? ഷോർട്ട് കട്ട് കൂടെ മസൂറിയിലേക്ക് പോവാന്ന് തീരുമാനിക്കുകയാണ്. അപ്പം മണി മുത്തശ്ശിനെ നോക്കി ചോദിക്കുകയാണ് അല്ലേ. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൽ വി ഗോ ബാക്ക്? നമുക്ക് തിരിച്ചു പോയാലോ എന്ന് മണി ചോദിക്കുകയാണ് അല്ലേ. ഇറ്റ്സ് ഓൺലി 10 miles said ഗ്രാനി. വി ഡിഡ്
ദാറ്റ് യെസ്റ്റർഡേ ഇറ്റ്സ് ഓൺലി 10 miles. ആകെ എത്ര മൈൽസേ ഉള്ളൂ? 10 മൈലല്ലേ? മുത്തശ്ശി ചോദിച്ചു. സെഡ് ഗ്രാനി പറഞ്ഞു. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇപ്പം എന്ത് പറയാണ് മുത്തശ്ശി? നമ്മളിത് ഇന്നലെ നടന്നതല്ലേ. So they started climbing a narrow path, and by the time they go to the top of the mountain, Granny and Mani were there on. അപ്പം എന്ത് ചെയ്യാണ്? അങ്ങനെ അവർ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് അല്ലേ. അങ്ങനെ അവർ ഇടുങ്ങിയ പാതയിലൂടെ സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അങ്ങനെ ഒരു നാരോ പാത്തിലൂടെ കൂടി അവരിങ്ങനെ പോവുകയാണ്. ഇടുങ്ങിയ വഴിയിലൂടെ അവരങ്ങനെ കയറാൻ തുടങ്ങി. And by the time they go to the top of the mountain, Granny and Mani were on their own. അപ്പം എന്ത് ചെയ്യാണ്? ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ് അല്ലേ. അങ്ങനെ അവർ ഇടുങ്ങിയ പാതയിലൂടെ മലയുടെ മുകളിലെത്തിയേക്കുമ്പം മുത്തശ്ശി മണി എന്ത് ചെയ്യാണ്? മുത്തശ്ശി മണി എന്താണ്? യെസ്, their own ആയാലും അവർ ഒറ്റയ്ക്കായല്ലേ, തനിച്ചായി. Their village was hidden by the range to the north. Far below rushed the river. Far above circled a golden eagle. ഇപ്പം എന്താണ് പറയുന്നത്? അതായത് വടക്ക് ഭാഗത്തുള്ള മലനിരകളൊക്കെ അവരുടെ ഗ്രാമം ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് അല്ലേ. ദെൻ ഫാർ ബിലോ റഷ് ദ റിവർ. ദൂരെ എന്ത് ചെയ്യുന്നുണ്ട്? നദി ഇങ്ങനെ താഴേക്ക് ഒഴുകി പോകുന്നുണ്ട് അല്ലേ. ഫാർ എബോവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. ഫാർ എബോവ് അതായത് ഒരുപാട് മുകളിലായിട്ടല്ലേ, ദൂരെ ആകാശത്തൊരു സ്വർണ്ണ കഴുക് എന്ത് ചെയ്യുന്നുണ്ട്? സർക്കിൾഡ് എ ഗോൾഡൻ, ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് അല്ലേ. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അപ്പം മണി ചോദിക്കുകയാണ്, നിങ്ങൾ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. നാച്ചുറലി സെഡ് ഗ്രാനി, ഐ നോ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. ദർ ആർ പപ്രോസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്? അപ്പം ഗ്രാനി നാച്ചുറലി പറയുകയാണല്ലേ. മണി ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി പറയാണ്, നിനക്ക് ഉടൻ വിശക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഐ നോ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. നിനക്ക് ഉടൻ വിശക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. അവിടെ നിന്ന് പകോടകളും അതുപോലെ തന്നെ എന്തും കൊണ്ടുവന്നിട്ടുണ്ട്? ബൺസും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആര് പറയുകയാണ്? മുത്തശ്ശി പറയുകയാണല്ലേ. ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അതുപോലെ തന്നെ അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്ന് പീച്ചുകളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഗുഡ് സെഡ് മണി ഫോർ ഗെറ്റിംഗ് ഹിസ് ടയേർഡ്നെസ്. അപ്പോൾ അവൻ്റെ ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് പറയുകയാണ്, നന്നായി എന്ന് പറയുകയാണല്ലേ. വി വിൽ ഈറ്റ് ആസ് വി ഗോ ലോങ്. നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറയാണ്. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി മുത്തശ്ശി ക്ഷീണം തോന്നുമ്പോൾ മുത്തശ്ശിക്ക് ഇവിടെ നിൽക്കാമെന്ന് പറയാണ്. ഗ്രാനി ഐ ക്യാൻ വാക്ക് 4 hours സാഡ് ഗ്രാനി ലോഫി. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയുകയാണല്ലേ. എനിക്ക് നടക്കാൻ കഴിയുന്ന ആര് പറയുകയാണ്? മുത്തശ്ശി പറയാണ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്. ദറ്റ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. ബട്ട് നോട്ട് ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്. അപ്പം എന്താ മുത്തശ്ശി വെച്ചുകൊണ്ട് പറയാണ്? പക്ഷെ മഴ പെയ്താൽ പറ്റില്ല എന്ന് പറയുകയാണല്ലേ. കാരണം എന്തായിരുന്നു? കുടയിൽ കുറച്ച് ലീക്ക് ഉണ്ടല്ലേ, കുടയിൽ കുറച്ച് ഓട്ടകളൊക്കെ ഉണ്ടല്ലേ. ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. ഈ കുട നന്നായിട്ട് ചോരുന്നുണ്ടെന്ന് ആര് പറയുകയാണ്? നമ്മുടെ ഗ്രാനി പറയാണ്. Down again they went and up the next mountain and over bare wind-swept hillside and up through dark gloomy deodar forest. And then the street was getting dark. They saw the lights of Missouri twinkling ahead of them. ഇതാണ് ഡൗൺ അഗെയിൻ ദേ വെന്റ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൈൻ. അതായത് അവർ വീണ്ടും താഴേക്ക് നടക്കുകയാണല്ലേ. അപ്പം അടുത്ത മല, ദ നെക്സ്റ്റ് മൗണ്ടൈൻ, അടുത്ത മലയിലേക്ക് കയറിയിട്ട് ആൻഡ് ഓവർ ബെയർ മീൻസ് സ്വെപ്റ്റ് ഹിൽ സൈഡ് ആൻഡ് അപ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡാ ഫോറസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടി അപ്പം അടുത്ത മലയിൽ കാറ്റ് വീശുന്ന വിജനമായിട്ടുള്ള കുന്നിൻ ചെരുവുകളിലൂടെയും അതുപോലെ തന്നെ ഇരുണ്ടതും ത്രൂ ഡാർക്ക് ആൻഡ് ഗ്ലൂമി അല്ലെ മൂടിയതുമായ ഡിയോഡാർ ഫോറസ്റ്റ് അല്ലെ ദേവദാരു വനത്തിലൂടെയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ നടക്കുകയാണ്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക്. അപ്പോൾ ഇരുട്ടാകുന്ന തൊട്ട് മുമ്പ് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മിസൂറി ട്വിങ്ക്ലിംഗ് എഹെഡ് ഓഫ് ദം. അവർക്ക് മുന്നിൽ മിസൂറിയിലെ വെളിച്ചം ഇങ്ങനെ മിന്നി തിളങ്ങുന്നത് അവർ കണ്ടു അല്ലേ. As they came nearer, the lights increased, and presently they were in brightly lit bazaar. As they came nearer, അവരിങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ്? ലൈറ്റ്സ് ഇൻക്രീസ്ഡ്, വെളിച്ചം കൂടി വരികയാണല്ലേ. ദെൻ അണ്ടർ പ്രസൻറ്റ്ലി ദേ വർ ഇൻ ബ്രൈറ്റ്ലി ലിറ്റ് ബാസാർ. അപ്പം പെട്ടെന്ന് അവർ നല്ല പ്രകാശമുള്ളൊരു ബാസാറിലെത്തി അല്ലേ, ഒരു ചന്തയിലെത്തി. ജോസിൽ ഇൻ ദ ക്രൗഡ് ഗ്രാനി കീപ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷി ഡിഡ് നോട്ട് ലോസ് ഹിം. അപ്പം എന്ത് ചെയ്യാണ്?
ജനക്കൂട്ടത്തിൽ ആ തിരക്കിൽ ഇങ്ങനെ തിക്കിത്തിരക്കും മുത്തശ്ശി ഒരു കൈ കൊണ്ട് എന്ത് ചെയ്യാണ് മണിയുടെ തോളിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിരുന്നല്ലേ. അതിനകത്ത് തന്നെ എന്താണ് ഒരു കൂട്ടം തെറ്റിയില്ലല്ലേ. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദ ചീപ്പസ്റ്റ് ഹോട്ടൽ. അങ്ങനെ അവർ എന്ത് ചെയ്യണം, അവിടെ ഏറ്റവും വില കുറഞ്ഞ ഹോട്ടൽ അല്ലേ, ഹോട്ടലിന് ചീപ്പസ്റ്റ് ആയിട്ട് ഹോട്ടലിനെ കുറിച്ചിട്ട് ഇങ്ങനെ അവർ അന്വേഷിക്കുകയാണ്. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷെ അവിടെ എന്തുണ്ടായിരുന്നില്ല, വളരെ വില കുറവുള്ള അങ്ങനെയുള്ള ഹോട്ടലുകളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. സോ ദിസ് സ്പാൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, ഒരു ടെമ്പിളിനല്ലേ, ടെമ്പിളിനോട് അഡ്ജോയിൻ ചെയ്ത് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ഒരു ധർമ്മശാലയിൽ അവരെന്ത് ചെയ്യാണ്, സ്പെൻഡ് ചെയ്യാണ് അല്ല, അങ്ങനെ താമസിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും, നോക്കാം. Sometimes journeys are delayed on account of breakdowns or natural calamities. Narrate your experience of any of this. എന്താ പറഞ്ഞിട്ടുള്ളത്, ചിലപ്പോൾ അങ്ങനെ ഇതേപോലെ തകരാറുകൾ മൂലമൊക്കെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ മൂലം എന്ത് ചെയ്യും, യാത്രകളൊക്കെ വൈകും അല്ലേ. സംടൈം ജേണീസ് ആർ ഡിലേ ആവും. അപ്പോൾ ഇങ്ങനെ ഇവയിൽ ഏതെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങളോട് വിവരിച്ച് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുപോലൊരു അനുഭവം, നിങ്ങളുടേതായ ഒരു അനുഭവമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഇവിടെ ഒന്ന് കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ ഒരു അനുഭവം എഴുതാവുന്നതാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജ് നോക്കാം നമുക്ക്. Next morning, as at the eye hospital, they joined a long queue of patients. അങ്ങനെ എന്താണ്, അടുത്ത ദിവസം അല്ലേ, അടുത്ത ദിവസം രാവിലെ തന്നെ അവർ എന്ത് ചെയ്യണം, ഐ ഹോസ്പിറ്റലിൽ എത്തുകയാണ് അല്ലേ. ദെൻ ജോയിൻ എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്, അതായത് രോഗികളുടെ ഒരു നീണ്ട നിരയിലല്ലേ, ക്ഷമയോടുകൂടി നിൽക്കുന്ന, അതായത് പേഷ്യൻസ് അല്ലേ, ക്ഷമയോടുകൂടി നിൽക്കുന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ ഇങ്ങനെ അവർ നീണ്ട നിരയിൽ നിൽക്കുകയാണ്. ദ ഐ സ്പെഷ്യലിസ്റ്റ് എ പോർട്ടി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. അപ്പോൾ എന്താണ്, സ്യൂട്ടും ടൈയൊക്കെ ധരിച്ച് തടിച്ച ഒരു നേത്രരോഗ വിദഗ്ധന് എന്ത് ചെയ്യാണ്, വളരെ കാര്യക്ഷമതയോടും അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, വളരെ ദയോടും രോഗികളെ ഇങ്ങനെ പരിചരിക്കുകയാണല്ലേ. ആഫ്റ്റർ ആൻ ഹവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കെയിം. 1 മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യണം, അങ്ങനെ നമ്മുടെ ഗ്രാനിയുടെ ഊഴം വന്നു. ദ ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്പ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യാണ്, അവരുടെ കണ്ണടയിലേക്ക് നോക്കുകയാണ്. ദെൻ ഹൊറിഫൈഡ് ലുക്ക്, വളരെ ഹൊറിഫൈഡ് ആയിട്ട് നോക്കുകയാണ്, കണ്ണടകളെ വളരെ ഭയത്തോടെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ദെൻ ഗ്ലാസ് ആൻഡ് ഡ്രോപ്പ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഗ്രാനിയുടെ ഗ്ലാസ് എന്ത് ചെയ്യാണ്, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടുകയാണ്. Then he fished them out and placed them on his desk and said, "One second thought, I think I will send them to a museum." അപ്പം അതൊക്കെ എടുത്തിട്ട് തന്നെ ചെന്നൈ എന്താ പറയുന്നത്, ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി എന്ത് ചെയ്യാമെന്ന്, 1 second thought, I think I will send them to a museum. എനിക്കിതിനെ ഒരു മ്യൂസിയത്തിലേക്ക് അയക്കാമെന്ന് തോന്നി എന്ന് പറയുകയാണല്ലേ. അതായത് യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് എഗോ. അതായത് നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കണ്ണടകൾ മാറ്റേണ്ടതായിരുന്നു. ദേ വർ പ്രൊബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. ഒരു പക്ഷേ ഗുണത്തേക്കാൾ ഏറെ ദോഷം ഇവ ഒരു പക്ഷെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ദേ ഹാവ് പ്രൊബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. ഗുണത്തേക്കാൾ ഏറെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ദോഷം ചെയ്തിട്ടുണ്ടാവും എന്ന് ആര് പറയാണ്, ഡോക്ടർ പറയാണ് അല്ലേ. ഹി എക്സാമിൻ ഗ്രാനീസ് ഐസ് ആൻഡ് സാഡ്. അവർ അപ്പോൾ ഡോക്ടർ ഗ്രാനിയുടെ കണ്ണുകളൊക്കെ പരിശോധിച്ചിട്ട് പറയാണ്, യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. നിങ്ങളുടെ ഐസൊക്കെ എന്താണ്, കണ്ണുകളൊക്കെ വളരെയധികം വീക്കാണ്, ദുർബലമായിട്ടിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾക്ക് എന്തില്ല, ബ്ലൈൻഡ് ഇല്ല, അന്ധതയില്ല എന്ന് പറയുകയാണ് അല്ലേ. ദെൻ വി വിൽ ഫിറ്റ് യുവർ with stronger pair of glasses than have placed her in a front of board covered with letters in English and Hindi, large and small, and asked Granny if she could make them out. ഇതിനെ അവരെന്ത് ചെയ്യാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു കണ്ണട നൽകാമെന്ന് പറയുകയാണല്ലേ. then എന്ത് ചെയ്തു, യെസ്, then he placed her in a front of a board covered with letters in English and Hindi, large and small, and asked Granny if she could make them out. അതെ, അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ വലുതും ചെറുതുമായിട്ടുള്ള അക്ഷരങ്ങൾ നിറഞ്ഞൊരു ബോർഡിന് മുന്നിൽ കൊണ്ട് ഇരുത്തുകയാണ് അല്ലേ. എന്നിട്ട് പറയണം, അവർ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട് ഐ കാൻ ഈവൻ സീ ദ ബോർഡ് സെഡ് ഗ്രാനി. എന്താ അപ്പോൾ ഗ്രാനി പറയുന്നത്, എനിക്കൊരു ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ലെന്ന് പറയുകയാണല്ലേ. വെൽ ക്യാൻ യു സീ മീ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ചോദിക്കുകയാണല്ലേ. ഡോക്ടർ ചോദിച്ചു, ആസ്ക്ഡ് ദ ഡോക്ടർ. സം ഓഫ് യു സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി എന്താ പറയുന്നത്, കുറച്ചൊക്കെ എന്ന് പറയുകയാണല്ലേ. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെഡ് ദ ഡോക്ടർ ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. അപ്പോൾ എന്താ ഡോക്ടർ ചെയ്തത്,
ശരിക്ക് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് ഡോക്ടർ അങ്ങനെ ചോദിക്കുകയാണല്ലേ. മുത്തശ്ശി പറയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ്. നിങ്ങൾ കുറച്ചൊക്കെ എന്ന് മുത്തശ്ശി പറയുകയാണല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? യെസ്, I want you to see all of me, said the doctor, and he balanced a wireframe on Granny's nose and began trying out different lenses. അപ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്ക് എന്നെ മുഴുവനായി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? മുത്തശ്ശിയുടെ മൂക്കിന് താഴെ അല്ലേ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ടു ടൈ ഓൺ ഡിഫറെൻറ്റ് ലെൻസസ്. മൂക്കിന് താഴെയായിട്ട് ഒരു വയർ ഫ്രെയിം വെച്ചിട്ട് വ്യത്യസ്ത ലെൻസുകൾ ഇങ്ങനെ പരീക്ഷിക്കാൻ ട്രൈ ചെയ്ത് നോക്കുകയാണ്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. അപ്പം പെട്ടെന്ന് എന്താണ്? മുത്തശ്ശിക്ക് നന്നായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങുകയാണ് അല്ലേ. ഷീ സോ ദ ബോർഡ് ആൻഡ് ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. അവർക്ക് ബോർഡിലുണ്ടായിരുന്ന വലിയ അക്ഷരങ്ങളൊക്കെ കാണുകയാണ് അല്ലേ. ക്യാൻ യു സീ മീ നൗ, ആസ്ക് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ചോദിക്കുകയാണ്. മോസ്റ്റ് ഓഫ് യു, സെഡ് ഗ്രാനി, ആൻഡ് ദെൻ ആഡഡ്, ബൈ ദ വേ ഓഫ് ബീങ് ഹെൽപ്ഫുൾ ദേഴ്സ് എ കോൾ ലോട്ട് ഓഫ് യു ടു സീ. അപ്പം പറയുകയാണ് എനിക്ക് നിങ്ങളെ ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ചോദിച്ചു ഡോക്ടർ ചോദിക്കുകയാണല്ലേ. അപ്പം നിങ്ങൾ ഭൂരിഭാഗവും ഓൾമോസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ആര് പറയുകയാണ്? മുത്തശ്ശി പറയാണ്. ആൻഡ് ദെൻ ആഡഡ്, എന്നിട്ട് ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് പറയുകയാണല്ലേ. ബൈ ദ വേ ഓഫ് ബീങ് ഹെൽപ്ഫുൾ ദേഴ്സ് എ കോൾ ലോട്ട് ഓഫ് യു ടു സീ. എന്നിട്ട് തമാശയായിട്ട് ഇങ്ങനെ കൂട്ടി നിങ്ങളെ കാണാൻ മാത്രമുണ്ട് എന്ന് പറയുകയാണല്ലേ. നിങ്ങളെ കാണാൻ മാത്രം ഉണ്ടെന്ന് ദർ ഇസ് ക്വൈറ്റ് ലോട്ട് ഓഫ് യു ടു സീ. നിങ്ങളെ കാണാൻ മാത്രം ഉണ്ടെന്ന് ആര് പറയുകയാണ്? ഗ്രാനി പറയുകയാണല്ലേ. ഓക്കെ, ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടാവും, നോക്കാം നമുക്ക്. ദ ഡോക്ടർ സേസ് ഹി വിൽ സെൻഡ് ഗ്രാനീസ് ഗ്ലാസസ് ടു ദി മ്യൂസിയം. വാട്ട് ഡസ് ഹി മീൻ? അപ്പോൾ ഡോക്ടർ എന്താ പറയുന്നത്? ഡോക്ടർ സേസ് ഹി വിൽ സെൻഡ് ഗ്രാനീസ് ഗ്ലാസസ് ടു ദ മ്യൂസിയം. വാട്ട് ഡസ് ഹി മീൻ? ഡോക്ടർ പറയുകയാണ് എന്താണ്? മുത്തശ്ശിയുടെ കണ്ണട മ്യൂസിയത്തിൽ അയക്കാമെന്ന് ഡോക്ടർ പറയുകയാണല്ലേ. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം അല്ലേ? വാട്ട് ഡസ് ഹി മീൻ? അദ്ദേഹം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് ചോദിച്ചത്. ഡോക്ടർ എന്താണ് തമാശ പറഞ്ഞതാണല്ലേ. യെസ്, അപ്പോൾ നമുക്ക് ആൻസർ എഴുതാം. ദ ഡോക്ടർ വാസ് ജോക്കിംഗ്. ഹി മീൻ ദാറ്റ് ഗ്രാനീസ് ഓൾഡ് ഗ്ലാസസ് വാസ് സോ ആൻഷ്യന്റ്. വളരെ പഴക്കമുള്ളതാണല്ലേ. സ്ക്രാച്ച്ഡ് ആൻഡ് വോൺ ഔട്ട് ഓഫ് ദേ വർ ഫിറ്റ് ടു ബി ഡിസ്പ്ലേഡ് ഇൻ എ മ്യൂസിയം ആൻഡ് ആൻറ്റിക്. ഓക്കെ, ഇത് നെക്സ്റ്റ് പേജ് നോക്കാം. താങ്ക് യു സർ ദ ഡോക്ടർ, ആൻഡ് നൗ ദ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. അപ്പം നന്ദി ഡോക്ടർ പറയണല്ലേ. നന്ദി ഡോക്ടർ പറഞ്ഞു. ഇനി തിരിഞ്ഞു നോക്കാൻ പറയണല്ലേ. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. തിരിഞ്ഞു നോക്കി നിങ്ങളുടെ കൊച്ചുമകനെ ഗ്രാൻഡ് സണ്ണിനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയുകയാണല്ലേ. ഗ്രാനി ടേൺ ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്താണ് മുത്തശ്ശി മണിയെ വ്യക്തമായിട്ട് കാണുകയാണല്ലേ. മണി, ഷീ എക്സ്ക്ലൈംഡ് ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. മണി, അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഇങ്ങനെ കൈകൾ അടിച്ചുകൊണ്ട് വിളിക്കുകയാണല്ലേ. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്, ബട്ട് യു ടു നീഡ് ഹെയർ കട്ട് ആൻഡ് എ വാഷ് ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട് ആൻഡ് ന്യൂ പെയർ ഓഫ് ഷൂസ് കം എലോങ് ടു ദ ബാസാർ. അപ്പം എന്താ മുത്തശ്ശി പറയണത്? നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് പറയുകയാണല്ലേ. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. ഞാൻ ഇങ്ങനെ ഒരു കുട്ടീനാണല്ലോ വളർത്തിയെടുത്തെന്ന് പറയാം. എത്ര നല്ല കുട്ടിയെ ഞാൻ വളർത്തിയെന്ന് പറയാണല്ലേ. ബട്ട് യു നീഡ് ടു ഹെയർ കട്ട്. നീ എന്ത് ചെയ്യണം? മുടി വെട്ടണം. ആൻഡ് വാഷ്, നീ എന്തിനാ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? കുളിക്കണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്, നിൻ്റെ ഷർട്ടിലൊക്കെ എന്ത് ചെയ്യണം? ബട്ടൺസ് വെക്കണം. ആൻഡ് ന്യൂ പെയർ ഓഫ് ഷൂസ്, അതുപോലെ എന്ത് ചെയ്യണം? പുതിയ ഷൂസ് അല്ലേ, പുതിയ പെയർ ഷൂസ്, പുതിയ ജോഡി ഷൂസും വേണം. എന്നിട്ട് എന്ത് പറയുകയാണ്? കം അലോങ് ടു ദ ബാസാറിൻ്റെ കൂടെ ബാസാറിലേക്ക് വരുമെന്ന് പറയുകയാണല്ലേ. ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ്, സെഡ് മണി ലോഫിങ്, ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. അപ്പം എന്താ മണി പറയണത്? അത് മുത്തശ്ശിയുടെ പുതിയ കണ്ണട ശരിയാക്കൂ എന്ന് പറയുകയാണല്ലേ. സെഡ് മണി ലോഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയാണ്. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ? ഷോപ്പിങ്ങിന് പോകുക എന്ന് പറയാണ്. എ ഡേ ലേറ്റർ ദ വർ ഇൻ എ ബസ് എഗെയിൻ. അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം അവരെന്ത് ചെയ്യാണ്? വീണ്ടും ബസ്സിലിരിക്കുകയാണ് അല്ലേ. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ് ആൻഡ് മണി സെറ്റ് ബിസൈഡ് ഹെർ. ഗ്രാനിക്ക് എന്താണ്? വിൻഡോ സീറ്റാണ് കിട്ടിയത് അല്ലേ. മണി സെറ്റ് ബിസൈഡ് ഹെർ, മണി അവരുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ഹാഡ് എ ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബർല ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വുളൻ ടിബറ്റൻ പുളോവർ ഫോർ ഹിസ് മണീസ് ഫാദർ ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് കൗബെൽ. അപ്പോൾ അവരെന്തൊക്കെയാണ് പോരുമ്പോൾ മേടിച്ചിട്ടുള്ളത്? ഹാഡ് എ ന്യൂ ഷൂസ്, അവനൊരു പുതിയ ഷൂസ് ഉണ്ടായിരുന്നല്ലേ. ഗ്രാനിക്ക് പോലെ പുതിയ അംബർല അല്ലേ, ഹാഡ് എ ന്യൂ അംബർല. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വുളൻ ടിബറ്റൻ പുളോവർ ഫോർ മണീസ് ഫാദർ. മണിയുടെ ഫാദറിന് വേണ്ടിയിട്ട് എന്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു?
ടിബറ്റൻ പുളോവറും വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. മുത്തശ്ശിക്ക് പുതിയ കൊടയും മണിക്ക് അച്ഛന് കമ്പിൾ ടിബറ്റൻ പുതപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് കൗബൽ, അതുപോലെ തന്നെ കിഴങ്ങുകളും വിത്തുകളും പശുവിൻ്റെ മണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ. ആസ് ദ ബസ് മൂഡ് ഓഫ് ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദ വിൻഡോ. ബസ് മൂവ് ചെയ്യാൻ തുടങ്ങി നോക്കുമ്പോൾ ഗ്രാനി എന്താണ് വളരെ ഈഗറിൽ കൂടിയിട്ട് വിൻഡോയിൽ കൂടി ഇങ്ങനെ പുറത്തേക്ക് നോക്കുകയാണ് അല്ലേ. വളരെ ആകാംക്ഷയോട് കൂടി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡിൻറ്റ് സീ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലമായിട്ട് കാണാതിരുന്ന ഒരുപാട് സാധനങ്ങൾ കാണുകയാണല്ലേ. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, അതുപോലെ തന്നെ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, ആളുകൾ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ മിൽക്ക്മാൻ ഓൺ ദ റോഡിലെ മിൽക്ക്മാൻ. ദെൻ 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്. ദെൻ മങ്കീസ് ഇൻ ദ ട്രീസ്, മരങ്ങളിലുള്ള മങ്കികൾ. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ റെയിൻബോ ഇൻ ദ സ്കൈ. ഷി കുഡിൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ് ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. എന്താണ് അവർക്ക് വളരെ കാലമായിട്ട് കാണാൻ കഴിയാതിരുന്ന എന്തൊക്കെ അവർ കണ്ടു? ഡിസ്റ്റൻറ്റ് വില്ലേജസ് കണ്ടു, അതുപോലെ തന്നെ പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്സ്, ദൂരെയുള്ള ഗ്രാമങ്ങൾ, വയലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ മിൽക്ക്മാൻ ഓൺ ദ റോഡിലെ പാൽക്കാരന്. ദെൻ 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്, അതായത് രണ്ട് നായ്ക്കൾ ഇങ്ങനെ ബസ്സിന് പിന്നാലെ ഓടുന്നത് കാണുകയാണ്. ദെൻ മങ്കീസ് ഇൻ ദ സ്ട്രീറ്റ്സ്, മരങ്ങളിലെ കുരങ്ങന്മാരല്ലേ. ദെൻ ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ, അതുപോലെ തന്നെ മനോഹരമായിട്ട് മഴവില്ല്. അവർക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ തീർച്ചയായും കാഴ്ചയിൽ വന്ന പുരോഗതി അവർക്ക് എന്ത് ചെയ്യാണ്, വളരെയധികം സന്തോഷം തോന്നുകയാണ് അല്ലേ. അവർക്ക് പൂർണ്ണമായിട്ടും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, അപ്പം കുറച്ചുകൂടി നന്നായി കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. അവരുടെ ഇംപ്രൂവ്മെൻറ്റിൽ അവർക്ക് വളരെയധികം സന്തോഷം തോന്നി. മണി വാസ്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. അപ്പോൾ അവരെന്ത് ചെയ്യാണ്, കുറച്ച് നേരം മണി അവരിങ്ങനെ ആവേശകരമായി സംസാരം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. ദെൻ ഹീസ് ഹെഡ് ബിഗാൻ ടു നോഡ്. ദെൻ അവൻ എന്ത് ചെയ്തു, മണി കുറച്ച് നേരം വന്നപ്പോൾ മണി എന്ത് ചെയ്യണേ, അവന് ഉറക്കം വന്നിങ്ങനെ. ദെൻ ഹീസ് ഹെഡ് ബിഗാൻ ടു നോഡ് ഇറ്റ് ഡ്രോപ്ഡ് എഗെയിൻസ്റ്റ് ഗ്രാനീസ് ഷോൾ. ഉറക്കം വന്നിങ്ങനെ വീഴാൻ തുടങ്ങിയല്ലേ. ആൻഡ് റിമൈൻഡ് ദ കംഫർട്ടബിളി സപ്പോർട്ടഡ് ദ ബസ് വേർഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വിൻഡിംഗ് മൗണ്ടൈൻ റോഡ് ബട്ട് മണി വാസ് പോസ്റ്റ് അസ്ലീപ്. പിന്നീട് മുത്തശ്ശിയുടെ തോളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണല്ലേ. ബസ് എന്ത് ചെയ്യാണ്, ബസേർഡ് ആൻഡ് ജോൾഡ് അലോങ് ദ വിൻഡിംഗ് മൗണ്ടൈൻ റോഡ് ബട്ട് മണി വാസ് അസ്ലീപ്. അങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് മലമ്പാതയിലൂടെ ആടിയും കുലുങ്ങിയും പോയി അല്ലേ. പക്ഷെ മണി എപ്പോൾ എന്ത് ചെയ്യൂ, ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാനുണ്ട്. വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? വാട്ട് വാസ് ഗ്രാനീസ് റിയാക്ഷൻ വെൻ ഷീ സോ മണി ക്ലിയർലി? മണിയെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചു നോക്കുമ്പോൾ മുത്തശ്ശിയുടെ പ്രതികരണം, റിയാക്ഷൻ എന്തായിരുന്നു എന്നാണല്ലേ ചോദിച്ചില്ല. എന്തായിരുന്നു ഗ്രാനിയുടെ റിയാക്ഷൻ? യെസ്, ഗ്രാനി വാസ് ത്രിൽ ആൻഡ് ഡിലൈറ്റഡ് വെൻ ഷീ സോ മണി ക്ലിയർലി. ഷീ വാസ് ഓവർജോയ്ഡ് ടു സീ ദ features of her beloved grandson, especially his bright blackberry eyes and his sparkling smile. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനുമാണല്ലേ നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് സ്റ്റോറി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടോ? ഓക്കെ കൂട്ടുകാരെ, അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.